സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ബിഗ് ബോസിനകത്തുള്ള ഒരു അത്യാവശ്യം ഫാമിലി സപ്പോർട്ട് കിട്ടുന്ന ജിൻഡോയെ കുറിച്ചാണ്. ജിൻഡോ ആക്ച്വലി ഒരു ബോഡി ബിൽഡറാണ്, സെലിബ്രിറ്റീസിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു പേഴ്സണൽ ട്രെയിനറാണ്. എനിക്കൊന്നും നമ്മുടെ ട്രിവാൻഡ്രത്ത് പുള്ളിയുടെ പേരിൽ ജിൻഡോ ബോഡി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം തന്നെയുണ്ട്. അവിടെ അത്യാവശ്യം സെലിബ്രിറ്റീസ്, നമ്മുടെ റോബിൻ രാധാകൃഷ്ണനൊക്കെ അതിനകത്ത് ഫോട്ടോ ഇട്ടേക്ക് കണ്ടിട്ടുണ്ട് ജിൻഡോയെ പറ്റിയുള്ള. സോ ജിൻഡോ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇപ്പൊ നല്ല രീതിയിൽ പുറത്ത് സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതിന് കാരണമെന്ന് പറയുന്നത് അതിനകത്തുള്ളവരൊക്കെ ജിൻഡോയെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യത്തെ 4 ആഴ്ചയിൽ ജിൻഡോ വെളിയിൽ പോയിരുന്നില്ല എന്ന് കണ്ടപ്പോൾ തന്നെ അതിനകത്തുള്ളവരെല്ലാം ജിൻഡോയെ ഒരുമാതിരി അങ്ങ് കളിയാക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. കാരണം മോഹൻലാൽ വന്ന ഒരു എപ്പിസോഡിനകത്ത് മണ്ടൻ എന്ന് പറഞ്ഞൊരു മൊമെന്റോ ജിൻഡോയ്ക്കാണ് കൊടുത്തത്. സോ പുറത്ത് ആക്ച്വലി അകത്ത് മണ്ടൻ എന്ന് വിളിക്കുന്ന ഒരു വ്യക്തി പുറത്ത് തന്റെ ഫാമിലി പാരന്റ്സിന്റെ ഇന്റർവ്യൂ ഉണ്ട സമയത്ത് അതിനകത്ത് പറയുന്നുണ്ട് 6ാം ക്ലാസ് മുതൽ ജോലിക്ക് പോകുന്നു, വളരെ കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ ഈ രീതിയിൽ എത്തിയതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു ഇമോഷണലി പുള്ളിക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടും. ആ ഒരു സപ്പോർട്ട് ഇപ്പൊ പുറത്തുണ്ട്. പിന്നെ അകത്തുള്ളവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 4 ആഴ്ച അധികം ആരും അറിയപ്പെടാതിരുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ എന്ന് പറയുന്നത്. അപ്പോൾ അകത്തിറങ്ങിയ സമയത്ത് തന്നെ 4 ആഴ്ച വെളിയിൽ പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനകത്തുള്ള ബാക്കി എല്ലാവരും ജിൻഡോയെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. ജിൻഡോയെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങിയത് മാത്രമല്ല, ജിൻഡോ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു തള്ള് എന്നുള്ള ഫീലിലാണ് ബാക്കിയുള്ളവരൊക്കെ മനസ്സിലാക്കുന്നത്, ഈ അകത്തുള്ളവര്. സോ ഇങ്ങനെ അകത്തുള്ള ഒരു മണ്ടനായിട്ട് കാണുന്ന ഒരു വ്യക്തി പുറത്ത് എന്തായാലും നല്ലൊരു സപ്പോർട്ട് കിട്ടുന്ന ഒരു വ്യക്തിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു കഴിഞ്ഞ പ്രാവശ്യം റോബിനൊക്കെ കിട്ടിയ പോലത്തെ ഒരു ചെറിയ സപ്പോർട്ട് ജിൻഡോയ്ക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഫാമിലീസിന്റെ ഇടയിലും അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിനകത്ത് എല്ലാവരും കൂടെ ജിൻഡോയെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടത് ജിൻഡോയ്ക്ക് പുറമെയുള്ള ആക്രമണത്തിന്റെ അകത്തുള്ള ആക്രമണത്തിനേക്കാളും ഒരുപാട് സപ്പോർട്ട് പുറമേ കിട്ടിക്കൊണ്ടിരിക്കും. സോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ജിൻഡോ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം പ്ലാൻ ചെയ്യും. അപ്പോൾ വന്ന സമയത്ത് ജിൻഡോയ്ക്ക് എനിക്ക് തോന്നുന്നില്ല ജിൻഡോ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടാണ് ഇതിനകത്ത് വന്നതെന്നുള്ള ഒരു തോട്ട് എനിക്കില്ല. കാരണം അങ്ങനെയുള്ള ഒരു പ്ലാനിങ് ചെയ്ത് വർക്കൗട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു സമയം കിട്ടത്തില്ല. അതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ള ഒരു തള്ളെന്നുള്ള രീതിയിൽ കാണുന്നത്. സോ ഞാൻ ഇപ്പോഴും പറയുന്നു, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഉള്ളിൽ ജിൻഡോ എത്രത്തോളം താഴുവോ അത്രത്തോളം പുറത്ത് ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരിൽ ജിൻഡോ ഉയർന്നുകൊണ്ടേയിരിക്കും. സോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം.